വെൽക്കം ബാക്ക്. ഗൂസ്ബെറീസ് എന്ന ലെസൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ ആണ് കാണേണ്ടത്. ശേഷം പാർട്ട് 2 പിന്നെ പാർട്ട് 3 വീഡിയോ കൂടെ കാണുക. പാർട്ട് 1 പാർട്ട് 3 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ദേ വെൻറ്റ് ടു ദ ഹൗസ്. അങ്ങനെ അലിയോക്കിനും ബോർക്കിനും ഇവാനിച്ചും അങ്ങനെ അലിയോക്കിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ദേ വെൻറ്റ് ടു ദ ഹൗസ്. And only when the lamp was lit in the large drawing room upstairs, and Bokin and Ivan Ivanich, dressed in silk dressing gowns and warm slippers, lounged in chairs, and Alyokin himself, washed and brushed in a new frock coat, paced up and down, did Ivan Ivanich begin his story. A lengthy ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? ഇവാനിച്ച് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു എപ്പോൾ ഇവരെല്ലാവരും റെഡി ആയതിനു ശേഷം. അത്ര പറഞ്ഞിട്ടുള്ളൂ. അതിങ്ങനെ വളരെ ലോങ് സെൻറ്റൻസിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ലാമ്പ് ലിറ്റ് ചെയ്തു, കത്തിച്ചു. ലാർജ് ഡ്രോയിങ് റൂം അപ്സ്റ്റേഴ്സ്, മുകളിലാണ് കേട്ടോ അത് ലാമ്പൊക്കെ കത്തിച്ചത്. ആൻഡ് ബോക്കിൻ ആൻഡ് ഇവാനിച്ച് എന്താണ്, ഡ്രസ്സ് ചെയ്തു സിൽക്ക് വസ്ത്രത്തിൽ. അതുപോലെ തന്നെ ഗൗൺ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ വസ്ത്രം കേട്ടോ, നീളം വസ്ത്രത്തിൽ. പിന്നെ വോം സ്ലിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന സ്ലിപ്പേഴ്സൊക്കെ ധരിച്ചു. അവരിങ്ങനെ ലൗഞ്ച് ചെയറിലിങ്ങനെ സുഖകരമായിട്ടിരുന്നു. ഇങ്ങനെ അലിയോക്കിനും ഒക്കെ എന്താണ്, വാഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് റെഡി ആയിട്ടിരുന്നു. ന്യൂ ഫ്രോക്കും കോട്ടൊക്കെ ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നിൽക്കുകയാണ് അലിയൊക്കെ. അപ്പോൾ എല്ലാവരും റെഡി ആയപ്പോൾ എന്താണ്, ഇവാനിച്ച് കഥ തുടങ്ങി. ഇനി വി ആർ 2 brothers ഹി ബിഗാൻ. അങ്ങനെ ഇവാനിച്ച് കഥ പറയാം. ഞങ്ങൾ 2 ബ്രദേഴ്സാണ്, 2 പേരാണ്. ആൻഡ് Ivan Ivanich and Nikolai Ivanich 2 years younger. അപ്പോൾ ഞാൻ മൂത്തവനാണ് ഇവാനിച്ച്. എൻ്റെ അനിയനാണ് ആര്, നിക്കോളായ് ഇവാനിച്ച്. അവന് എന്നെക്കാളും 2 വയസ്സ് ഇളയതാണ്. I went in for study and became a veterinary surgeon while Nikolai was at the Exchequer Court when he was 19. ഞാൻ കൂടുതൽ പഠിക്കാൻ പോയി. അങ്ങനെ ഞാനൊരു വെറ്ററിനറി സർജനായി, ഞാനൊരു എന്താ പറയുക, ഒരു മൃഗ ഡോക്ടറായി. എന്നാൽ നിക്കോളായി നേരെ പെട്ടെന്ന് ജോലിക്ക് കയറാണ് ചെയ്തത്. വാസ് അറ്റ് ദ എക്സ്ചെക്കർ കോർട്ട്. അപ്പോൾ റോയൽ അല്ലെങ്കിൽ നാഷണൽ ട്രഷറിയുടെ കണക്കൊക്കെ സൂക്ഷിക്കുന്ന ജോലിയാണ് കേട്ടോ എക്സ്ചെക്കർ കോർട്ട്. അപ്പോൾ അദ്ദേഹം നിക്കോളായി നേരെ ജോലിക്ക് കയറാൻ ചെയ്തത് 19-ാം വയസ്സിൽ. അവർ ഫാദർ ഷിംഷ ഹിമാലയസ്കി വാസ് എ കാന്റണിസ്റ്റ്. ഞങ്ങളുടെ ഫാദറിൻ്റെ പേര് കുറച്ച് കടുപ്പാണല്ലേ. ഞാൻ ഷിംഷ എന്നാണ് ഉച്ചരിച്ചത്. അത് ഒരു റഷ്യൻ പേരാണ്. അക്യുറേറ്റ്ലി അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. ഷിംഷ ഹിമാലയസ്കെ എന്നാണ് ഫാദറിൻ്റെ പേര്. അദ്ദേഹം ആരായിരുന്നു? ഒരു കാന്റണിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കാന്റണിസ്റ്റ് ആരാന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിന് ആ പേജിൽ താഴെ കൊടുത്തിട്ടുണ്ട്. കാന്റണിസ്റ്റ് വാസ് ദ 19th century common name for the service obliged military. The term was first coined in 1713 by the Polish colonel R. Pasterski. അപ്പോൾ 19ാമത്തെ നൂറ്റാണ്ടിൽ ഒരു പേരാണ്, ആ ഒരു സർവീസാണ്. പൊതുവെ ഒരു കമ്പൽസറി ആയിട്ട് മിലിറ്ററി സർവീസ് ചെയ്യണം. ചില ആൾക്കാർ നിർബന്ധിച്ചിട്ട് എന്താണ്, ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അത്, ആൾക്കാരുടെ എണ്ണം കുറയുന്ന സമയത്ത്, ജനസംഖ്യ കുറവാകുന്ന സമയത്ത് എന്താണ്, അവർ നിർബന്ധിത സേവനം ഉണ്ടാവും സൈന്യത്തിൽ. അങ്ങനെ ഫാദർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് കാന്റണിസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. But he died with an officer's rank and left us his title of nobility and a small estate. അപ്പോൾ അദ്ദേഹം ഒരു സർവീസിലായിരിക്കുന്ന സമയത്ത് എങ്ങനെയോ കൊല്ലപ്പെട്ടതാണ് ആയിരിക്കാം, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഓഫീസേഴ്സ് റാങ്കോട് കൂടിയാണ് മരിച്ചത്. ഞങ്ങൾ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് നൊബിലിറ്റി, ആ മഹത്വങ്ങളൊക്കെ തന്നു. പക്ഷേ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, സ്മോൾ എസ്റ്റേറ്റ്. സാമ്പത്തികമായിട്ട് ഫാദർ ഞങ്ങൾക്കൊന്നും നീക്കി വെച്ചില്ല. ആഫ്റ്റർ ഹിസ് ഡെത്ത് ദ എസ്റ്റേറ്റ് വെന്റ് ടു പേ ഹിസ് ഡെറ്റ്സ്. ഫാദറിന് ഒരുപാട് ഡെറ്റ്സ് ഉണ്ടായിരുന്നു, കടങ്ങൾ. അത് വീട്ടാൻ എസ്റ്റേറ്റ് വിൽക്കേണ്ടി വന്നു. ഹൗവർ വി സ്പെൻഡ് അവർ ചൈൽഡ്ഹുഡ് ദെയർ ഇൻ ദ കൺട്രി. എന്നാൽ നിക്കോളായും ഇവാനും ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് കൺട്രിയിലായിരുന്നു, ഗ്രാമപ്രദേശത്തായിരുന്നു ചിലവഴിച്ചിരുന്നത്. വി വർ ജസ്റ്റ് ലൈക്ക് പെസൻസ് ചിൽഡ്രൻ. ഞങ്ങൾ അവിടെ ജീവിച്ചത് പെസൻറ്റിൻ്റെ മക്കളായിട്ടാണ്. സ്പെൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ദ വുഡ്സ്, മൈൻഡഡ് ദ ഹോഴ്സസ്, ബാക്ക്ഡ് ദ ലൈം ട്രീസ്, ഫിഷ്ഡ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഒരു പെസൻറ്റിൻ്റെ, ഒരു കർഷകൻ്റെ മക്കളെ പോലെ ഞങ്ങൾ ജീവിച്ചപ്പോൾ ഞങ്ങളുടെ ഡേയും നൈറ്റ്സും ഒക്കെ എന്താണ്, ഞങ്ങൾ പാടത്താണ് ചിലവഴിച്ചത്. കാടുകളിൽ, ചെറിയ കാടുകളിൽ, വുഡ്സിൽ. അതുപോലെ തന്നെ മൈൻഡഡ് ഹോഴ്സസ്, കുതിരകളെ നോക്കിയിട്ടും. ബാക്ക് ടു ദ ലൈം ട്രീസ്, ലൈം ട്രീയുടെ
എന്താണ് തൊലി ഇങ്ങനെ എടുത്തത് എന്തെങ്കിലും പർപ്പസിനായിരിക്കും, എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ബാർക്കി എന്നുള്ള തൊലി എടുക്കുക, ആ മരത്തിൻ്റെ തൊലി എടുത്തിട്ടും ഫിഷ് ചെയ്തിട്ടും മീൻ പിടിച്ചിട്ടും ഒക്കെ അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. ആൻഡ് യു നോ, വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ് ഓർ വാച്ച്ഡ് ദ thrushes hovering in flocks over the village in the bright, cool autumn days, he can never really be a townsman. And to the day of his death, he will be drawn to the country. ഇവിടെ ഇവാൻ പറഞ്ഞതാണ്, കൺട്രി സൈഡിൽ ജീവിച്ച് വളർന്ന ഒരാൾ ഒരിക്കലും നഗരത്തേക്ക് പോവുകയില്ല, കൺട്രി സൈഡിൽ തന്നെ തുടർന്നും ജീവിക്കാൻ ആഗ്രഹിക്കും. ഈ കാര്യമാണ് പറഞ്ഞത്. അതായത് അതാണ് വേറെ ഇതിലാണ് പറഞ്ഞത് മാത്രം, കുറച്ച് ആലങ്കാരികമായിട്ട്. വൺസ് എ മാൻ ഹാസ് ഫിഷ്ഡ്, ഒരാൾ മീൻ പിടിച്ചാൽ, ഓർ വാച്ച് ദ ത്രഷസ് പിന്നെ ബേർഡ്സ് ആണ്, ഹവറിങ് ഇൻ ഫ്ലോക്സ്, കൂട്ടത്തോടെ. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ കൂട്ടാണ്. ബേർഡ്സിൻ്റെ കൂട്ടം ഹവറിങ്, പറന്ന് പോകുന്നത്. ത്രഷസ് എന്ന ബേർഡ്സ് കൂട്ടായിട്ട് പറക്കുന്നത് കൺട്രി സൈഡിൽ കണ്ടാൽ, ഓവർ ദ വില്ലേജ് ഇൻ ദ ബ്രൈറ്റ് കൂൾ ഓട്ടം ഡേയ്സിൽ അങ്ങനെ പറക്കുന്നതൊക്കെ കണ്ടാൽ, അതായത് ശരിക്കും കൺട്രി ലൈഫ് എൻജോയ് ചെയ്ത ഒരാൾ എന്നാണ്. ഹി ക്യാൻ നെവർ റിയലി ബി എ ടൗൺസ് മാൻ, ഒരിക്കലും അയാൾക്ക് ടൗണിലേക്ക് മാറാൻ കഴിയില്ല. ആൻഡ് ടു ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് ഹി വിൽ ബി ഡ്രോൺ ടു ദ കൺട്രി, മരണം വരെ അദ്ദേഹം എന്താണ് കൺട്രി സൈഡിൽ തന്നെയായിരിക്കും ജീവിക്കുക. മൈ ബ്രദർ പൈൻഡ് അവേ ഇൻ ദ എക്സ്ചക്കർ. പൈൻഡ് അവേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബിക്കെയിം തിൻ ആൻഡ് വീക്ക് എന്നാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ ഇല്ലാതായി പോകുന്നതാണ്. എൻ്റെ ബ്രദർ ഇല്ലാതായി പോയി എന്നാണ്. ഇൻ ദ എക്സ്ചക്കർ, നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ജോലി പറഞ്ഞിരുന്നല്ലോ, എക്സ്ചക്കർ റോയൽ ട്രഷറിയിൽ, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിൽ എന്താണ് ജോലിക്കാരനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും നേട്ടമുണ്ടാക്കാനാവാതെ നിക്കോളായി എന്താണ് ഇല്ലാതായി ഉരുകി തീരുകയായിരുന്നു. Years passed and he sat in the same place, wrote out the same documents and thought of one thing, how to get back to the country and to buy a small farm somewhere by the bank of a river or a lake. അപ്പോൾ സെയിം പ്ലേസിൽ ഇരുന്നു കൊണ്ട് സെയിം കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ഒരൊറ്റ കാര്യം ചിന്തിച്ചു, എങ്ങനെ കൺട്രി സൈഡിലേക്ക് തിരികെ പോകാം, എങ്ങനെ ഗ്രാമപ്രദേശത്ത് തന്നെ പോകാം. ആൻഡ് ടു ബൈ എ സ്മോൾ ഫാം സംവെയർ ബൈ ദ ബാങ്ക് ഓഫ് എ റിവർ ഓർ എ ലേക്ക്. ഒരു റിവർ ബാങ്കിലോ ഒരു നദീതീരത്തോ ഒരു ലേക്ക് തടാകത്തിൻ്റെ കരയിലൊക്കെ ആയിട്ട് എന്താണ് ഒരു എസ്റ്റേറ്റ് വാങ്ങണം, എന്നിട്ട് അവിടെ കൂടണം. അതായിരുന്നു എൻ്റെ ബ്രദർ നിക്കോളായുടെ ആകെയുള്ള ആഗ്രഹം. ഹി വാസ് എ ഗുഡ് ഫെലോ ആൻഡ് ഐ ലവ്ഡ് ഹിം. അദ്ദേഹം എന്താണ് ഒരു നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് എൻ്റെ ബ്രദറിന് നല്ല ഇഷ്ടവുമായിരുന്നു. ബട്ട് ഐ നെവർ സിമ്പതൈസ്ഡ് വിത്ത് ദ ഡിസയർ ടു ഷട്ട് വൺ സെൽഫ് അപ്പ് ഓൺ വൺസ് ഓൺ ഫാം. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ ആഗ്രഹം എന്താണ്, ഒരു ഫാം വാങ്ങിയിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ അടച്ചു കൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഫാമിനുള്ളിൽ തന്നെ ജീവിക്കുക, വേറെ ഒടുക്കും പോവാതെ. പക്ഷെ ആ ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഇവാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിരുന്നില്ല. ഇറ്റ്സ് എ കോമൺ സെയിങ് ദാറ്റ് എ മാൻ നീഡ്സ് ഓൺലി 6 feet ഓഫ് ലാൻഡ്. ഒരു കോമൺ ആയിട്ടുള്ള പറച്ചിലാണ്, കോമൺ സെയിങ് ആണ്. ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് കിടക്കാൻ 6 അടി മണ്ണ് മതി, കുറേ സ്ഥലമൊന്നും വേണ്ട. ബട്ട് ഷുവർലി എ കോപ്സ് വാണ്ട്സ് ദാറ്റ്, നോട്ട് എ മാൻ. കോപ്സ് എന്ന് പറഞ്ഞാൽ മൃതശരീരം. യഥാർത്ഥത്തിൽ 6 അടി മണ്ണ് ഒരു മൃതശരീരത്തിനാണ് വേണ്ടത്. ജീവനുള്ള ഒരു മനുഷ്യന് 6 അടി മണ്ണ് മതിയോ? പോരാ, ഒരു മനുഷ്യൻ അതിനപ്പുറത്തേക്ക് വേണമെന്ന് ഇവാൻ പറയുന്നു. ടു ലീവ് ഡൗൺ ആൻഡ് ദ സ്ട്രഗിൾ ആൻഡ് ദ സ്വിം ഓഫ് ലൈഫ് ആൻഡ് ഗോ ആൻഡ് ഹൈഡ് യുവർ സെൽഫ് ഇൻ എ ഫാം ഹൗസ് ഇറ്റ്സ് നോട്ട് ലൈഫ്, ഇറ്റ്സ് ഈഗോയിസം, ലേസിനെസ്. ഇവാൻ്റെ അഭിപ്രായത്തിൽ നിക്കോളായി ചെയ്തത് ശരിയല്ല എന്നാണ്. അതായത് ഈ ടൗൺ ലൈഫിൻ്റെ ആ ഒരു ബഹളം, അതിൻ്റെ സ്ട്രഗിള്, സ്വിം ഓഫ് ലൈഫ്, ആ ഒരു ജീവിതത്തിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ എല്ലാ കാര്യവും വിട്ടുവെച്ചിട്ട് ഫാം ഹൗസിൽ പോയിട്ട് ചുരുണ്ടുകൂടി ചെറുതായിട്ട് ജീവിക്കുക, അതൊരു ഈഗോയിസാണ്, സെൽഫ് സെൻറ്റേർഡ്നെസ് ആണ്, ലേസിനെസ്, ഒരു തരം മടിയാണ്. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ആര് പറയുന്നു? സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആർക്ക്? ഇവാന്. അത് അവസാനത്തിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തുടക്കത്തിലൊക്കെ എന്താണ് നിക്കോളായുടെ ആഗ്രഹം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു നഗരത്തിൽ നിന്ന് മാറിയിട്ട് ഗ്രാമത്തിൽ ഇതുപോലെ ഒരു ഫാം ഹൗസ്, ഒരു ഫാം വാങ്ങുക, അവിടെ മാത്രം കൂടുക, അതിനെ എന്താണ് ഇവാന് ശക്തമായിട്ട് എതിർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. മൈ ബ്രദർ നിക്കോളായി സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ് വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ and of sleeping in the sun and of sitting for hours together on a seat by the gate and gazing at the fields and the forest. അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. ഇവിടെ നിക്കോളിനെ കുറിച്ച് ഇങ്ങനെ പറയാം. മൈ ബ്രദർ നിക്കോളായി സിറ്റിംഗ് ഇൻ ഹിസ് ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കും. വുഡ് ഡ്രീം ഓഫ് ഈറ്റിംഗ് ഔട്ട് ഇൻ ദ ഓപ്പൺ എയർ, ഓപ്പൺ എയറിൽ ഭക്ഷണം കഴിക്കുന്നത്, പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ആലോചിക്കും. ആൻഡ് ഓഫ് സ്ലീപ്പിംഗ് ഇൻ ദ സൺ, പുറത്ത് കിടന്നുറങ്ങുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കും. ആൻഡ് ഓഫ് സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗദർ
ഓൺ എ സീറ്റ് ബൈ ദ ഗേറ്റിനധികം ഇങ്ങനെ ഇരിക്കും മണിക്കൂറുകളോളം, ആൻഡ് ഗേസിങ് അറ്റ് ദി ഫീൽഡ്സ്, എന്നിട്ട് പാടത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ആൻഡ് ദ ഫോറസ്റ്റ്, എന്നിട്ട് കാടുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. വെറുതെ സമയം അങ്ങനെ ചെലവഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് നിക്കോളായി. ബുക്സ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ദ ഹിൻസ് ഇൻ ആൽമനക്സ് were his joy. His favorite spiritual food, and he liked reading newspapers, but only the advertisements of land to be sold with a farmhouse, river, garden, mill and mill pond. നിക്കോളായി പിന്നെ എന്തൊക്കെയാണ് ചെയ്തത്? ആൻഡ് ഓഫ് സിറ്റിംഗ് ഫോർ അവേഴ്സ് ടുഗദർ ഓൺ ദ സീറ്റ് ബൈ ദ ഗേറ്റ് ഓഫ് ഗേസിങ് അറ്റ് ദ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്. അത് നമ്മൾ ആദ്യം പറഞ്ഞു, ഫോറസ്റ്റിൽ അല്ലെങ്കിൽ ഫീൽഡിൽ നോക്കിക്കൊണ്ട് മണിക്കൂറോളം ഇരിക്കും. ഇനിയോ ബുക്സ് ഓൺ അഗ്രികൾച്ചർ, കൃഷിയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കും. ആൻഡ് ദ ഹിൻഡ് ഇവിടെ ഉദ്ദേശിച്ചത് ടിപ്പാണ്. ഇൻ ആൽമൻ, ഇവിടെ ആൽമനക്കും ഓൽമനക്കും എന്നൊക്കെ ഉച്ചാരണം ഉണ്ട് കേട്ടോ. ഓൽമനക് എന്നും ഉച്ചാരണമുണ്ട്. ഓൽമനക്സ് അതായത് ഇയർ ബുക്ക് കലണ്ടറാണ് ഓൽമനക് എന്ന് പറഞ്ഞാൽ. വേർ ഹിസ് ജോയ്, ഇങ്ങനെ ഓൽമനക്സ് വായിക്കും. ഹിസ് ഫേവറേറ്റ് സ്പിരിച്വൽ ഫുഡ്, അതായിരുന്നു നിക്കോളായിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് സ്പിരിച്വൽ ഫുഡ് എന്ന് പറഞ്ഞത്. ആൻഡ് ഹി ലൈക്ക് ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ്, നിക്കോളായി ന്യൂസ് പേപ്പേഴ്സ് വായിക്കും. ബട്ട് ഓൺലി ദ അഡ്വർടൈസ്മെൻറ്റ്സ് ഓഫ് ലാൻഡ് ടു ബി സോൾഡ്. പക്ഷേ ന്യൂസ് പേപ്പർ മുഴുവൻ വായിക്കില്ല. അപ്പോൾ ബോയ്സൊക്കെ എന്താണ് കൂടുതലും പത്രം വായിക്കുമ്പോൾ ആദ്യം എന്താണ് സ്പോർട്സ് പേജ് വായിക്കും. അതുപോലെ ഇവിടെ നിക്കോളായി വായിക്കുന്നത് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ്, വിൽക്കാനുള്ള ലാൻഡ് വിൽക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ് മാത്രം വായിക്കും. വിത്ത് എ ഫാം ഹൗസ്, അതിൽ ഫാം ഹൗസ് ഉള്ളത് നോക്കും. റിവറും ഗാർഡനും മില്ലും മിൽ പോണ്ടും ഓക്കെ, അതൊരു കുളം ഒക്കെ ഉള്ളത് നോക്കും. ആൻഡ് ഹി വുഡ് ഡ്രീം ഓഫ് ഗാർഡൻ വാൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, നെറ്റ്സ്, കാപ്പ് ഇൻ ദ പോണ്ട്, ഡോണ്ട് യു നോ, ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. ഓരോന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം എടുക്കാൻ പോകുന്ന ലാൻഡിൽ ഈ വക കാര്യങ്ങളൊക്കെ വേണം. ഫാം ഹൗസ്, റിവർ, ഗാർഡൻ, മിൽ ആൻഡ് മിൽ പോണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ വാൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, നെസ്റ്റ്, പക്ഷികളുടെ കൂടുകൾ, കാർപ്പ് ഇൻ ദ പോണ്ട്. കാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷാണ്. പോണ്ടിൽ, കുളത്തിൽ ഫിഷ് വേണം. ഡോണ്ട് യു നോ, ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണം. These fantasies of his used to vary according to the advertisements he found. But somehow there was always a gooseberry bush in everyone. ഇപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ ആ ഫാം ഹൗസിൽ വേണമെന്ന് നിക്കോളായി ആഗ്രഹിച്ചു. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അതിലെല്ലാം കൂടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് തൻ്റെ ഫാൻറ്റസിക്ക് ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായി. പക്ഷേ ഏത് ഫാൻറ്റസി ആണെങ്കിലും അതിൽ ഗൂസ്ബെറി ബുഷ് കമ്പൽസറി ആയിരുന്നു. കാരണം അത്ര മേൽ നിക്കോളായി ഗൂസ്ബെറീസിനെ നെല്ലിക്ക് ഇഷ്ടപ്പെട്ടു. നോട്ട് എ ഹൗസ്, നോട്ട് എ റൊമാൻറ്റിക് സ്പോട്ട് കുഡ് ഹി ഇമാജിൻ വിത്തൗട്ട് ഇറ്റ്സ് ഗൂസ്ബെറി ബുഷ്. നെല്ലിക്കയുടെ ഈ ചെടി ഇല്ലാത്ത ഒരു റൊമാൻറ്റിക് സ്പോട്ടോ വീടോ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കൺട്രി ലൈഫ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, ഹി യൂസ് ടു സേ. യു സിറ്റ് ഓൺ ദ വെരാൻഡ ഡ്രിങ്കിങ് ടീ ആൻഡ് യുവർ ഡക്ലിംഗ് സ്വിം ഓൺ ദ പോണ്ട് ആൻഡ് എവറിത്തിങ് സ്മെൽസ് ഗുഡ് ആൻഡ് ദർ ആർ ഗൂസ്ബെറീസ്. കൺട്രി ലൈഫിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നിക്കോളായി ഇവാനോട് പറയുമായിരുന്നു. നീ നിങ്ങളുടെ ആ കൺട്രി ലൈഫിൽ, നിങ്ങളുടെ കൺട്രിയിൽ, നിങ്ങളുടെ വീട്ടിൽ വെരാന്തയിൽ നിങ്ങൾ ചായ കുടിക്കുക അല്ലേ, അതുപോലെ തന്നെ ഡക്ലിങ്സ്, നിങ്ങളുടെ ചെറിയ താറാവിൻ്റെ കുട്ടികൾ ഇങ്ങനെ പോണ്ടിൽ നീന്തുന്നു ആ കുളത്തിൽ, എവറിത്തിങ് സ്മെൽസ് ഗുഡ്, എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ. എന്നിട്ടോ അവിടെ ഗൂസ്ബെറീസ് വേണം. അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ. ഹി യൂസ് ടു ലിവ് മീഗർലി ആൻഡ് നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. ഡ്രസ്ഡ് ഗോഡ് നോസ് ഹൗ എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ ആൻഡ് ഓൾവേസ് സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ടു ദ ബാങ്ക്. ഇനി ഇവാൻ പറയാണ് നിക്കോളയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. എങ്ങനെയാണ് ജീവിച്ചത്? വളരെ തുച്ഛമായിട്ട് മാത്രം പണം ചിലവഴിച്ചു. മീഗർലി, അതാണ് തുച്ഛമായിട്ട്. ആൻഡ് നെവർ ഹാഡ് ഇനഫ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തില്ല. ഡ്രസ്ഡ് ഗോഡ് നോസ് ഹൗ, എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത് ദൈവത്തിന് അറിയാം. തീരെ വില കുറഞ്ഞത്, കീറി പറഞ്ഞത്, മുഷിഞ്ഞതൊക്കെയാണ് ധരിച്ചത്. എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ, ഒരു ബെഗറെ പോലെ, ഒരു യാചകനെ പോലെ. ആൻഡ് ഓൾവേസ് സേവ്ഡ് ആൻഡ് പുട്ട് ഹിസ് മണി ഇൻ ടു ദ ബാങ്ക്, പണം നന്നായിട്ട് സമ്പാദിച്ചു, അതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ഹി വാസ് ടെറിബിളി സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ മൈസർലി, അതായത് വളരെ ദാരിദ്ര്യം പോലെ പിടിച്ച് പിശുക്കനായിട്ടാണ് ജീവിച്ചത്. ഇറ്റ് യൂസ് ടു ഹേർട്ട് മീ ടു സീ ഹിം. അപ്പോൾ ഇവാന് പറയാം, ഞാൻ നിക്കോളയെ കാണുമ്പോഴൊക്കെ എനിക്കിങ്ങനെ വേദന വരും ആ ജീവിക്കുന്ന രീതി കണ്ടിട്ട്. കാരണം എന്താണ്? നിക്കോളയ്ക്ക് ഇഷ്ടപ്പെട്ട ഫാം വാങ്ങിക്കാനാണ് ഇങ്ങനെയും ജീവിക്കുന്നത്. ആൻഡ് ഐ യൂസ് ടു ഗിവ് ഹിം മണി ടു ഗോ എവേ ഫോർ എ ഹോളിഡേ. ഇങ്ങനെ പിശുക്ക് ജീവിക്കണ്ടല്ലോ, ഒരു ഹോളിഡേ ട്രിപ്പൊക്കെ പോയി വരാൻ ഞാൻ പൈസ കൊടുക്കും. ബട്ട് ഹി വുഡ് പുട്ട് ദാറ്റ് അവേ ടു, അതും മാറ്റി വെക്കും. എന്തിനെ? സേവ് ചെയ്യും, ബാങ്കിൽ വെക്കും. വൺസ് എ മാൻ ഗെറ്റ്സ് എ ഫിക്സ്ഡ് ഐഡിയ ദർ ഇസ് നത്തിങ് ടു ബി ഡൺ.
ഇവാൻ പറയാ ഒരു മനുഷ്യൻ എന്താണ് ഒരു തീരുമാനം ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇയേഴ്സ് പാസ്റ്റ്, വർഷങ്ങൾ കഴിഞ്ഞു. ഹി കംപ്ലീറ്റഡ് ഹിസ് 40th ഇയർ ആൻഡ് വാസ് സ്റ്റിൽ റീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ദ പേപ്പേഴ്സ് ആൻഡ് സേവിങ് അപ്പ് ഹിസ് മണി. 40 വയസ്സ് പിന്നിട്ടു ആര്? നിക്കോലാഹി. ഇപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് നന്നായിട്ട് വായിക്കും, പണം ഇങ്ങനെ എടുത്തു വെക്കും. ദെൻ ഐ ഹേർഡ് ഹി വാസ് മാരീഡ്. അങ്ങനെ അവൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ കേട്ടു. സ്റ്റിൽ വിത്ത് ദ സെയിം ഐഡിയ ഓഫ് ബൈയിങ് എ ഫാം ഹൗസ് വിത്ത് എ ഗൂസ്ബെറി ബുഷ്. വിവാഹം ചെയ്യുന്നത് എന്താണ്? ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും ഫാം ഹൗസ് വാങ്ങാനും അതിൽ ഗൂസ്ബെറി ബുഷൊക്കെ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ്. ഹി മാരീഡ് ആൻ എൽഡർലി അഗ്ലി വിഡോ. അദ്ദേഹത്തെക്കാളേറെ പ്രായമുള്ള അഗ്ലി ആയിട്ടുള്ള കാണാൻ വിരൂപിയായിട്ടുള്ള ഒരു വിഡോ, വിധവയാണ് അയാൾ വിവാഹം ചെയ്തത്. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് ഫോർ ഹെർ. യാതൊരു ഫീലിങ്ങും ഒരു സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. ബട്ട് ബിക്കോസ് ഷീ ഹാഡ് മണി. എന്താണ്? അവൾക്ക് നല്ല ക്യാഷ് ഉണ്ടായിരുന്നു, നല്ല പണക്കാരത്തിയായിരുന്നു അവൾ. ആ പണം മോഹിച്ച് മാത്രമാണ് വിരൂപിയായിട്ടുള്ള അഗ്ലി ആയിട്ടുള്ള ഒരു വിഡോയെ വിവാഹം ചെയ്തത് അദ്ദേഹം. വിത്ത് ഹെർ ഹീ സ്റ്റിൽ ലിവ്ഡ് സ്റ്റിഞ്ചിലി. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും പിശുക്കിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല, സ്റ്റിഞ്ചിലി തന്നെയാണ് ജീവിച്ചത്. കെപ്റ്റ് ഹെർ ഹാഫ് സ്റ്റാർവ്ഡ്. മര്യാദക്ക് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല, പകുതി പട്ടിണി കിട്ടുന്ന. ആൻഡ് പുട്ട് ദ മണി ഇൻ ടു ദ ബാങ്ക് ഇൻ ഹിസ് ഓൺ നെയിം. അങ്ങനെ സ്വന്തം പേരിൽ എന്നാണ് അദ്ദേഹം പണമൊക്കെ ബാങ്കിലിട്ടു. മണി ലൈക്ക് വോഡ്ക ക്യാൻ പ്ലേ ക്വിയർ ട്രിക്സ് വിത്ത് എ മാൻ. ക്വിയർ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ് കേട്ടോ. അപ്പോൾ റഷ്യൻ മദ്യമാണ് വോഡ്ക. അപ്പോൾ വോഡ്ക പോലെയാണ് പണം എന്നുള്ളത്, മനുഷ്യനെ കൊണ്ട് സ്ട്രേഞ്ചായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്നാണ് ഇവാൻ പറയുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ്, അങ്ങനെ പട്ടിണിക്കിട്ട് അവളെ കൊന്നു. ഇവാനിഷ് കണ്ടിന്യൂഡ്. എന്നിട്ട് ഇവാൻ പറയാ, ആഫ്റ്റർ എ ലോങ് പോസ് മൈ ബ്രദർ ബിഗാൻ ടു ലുക്ക് ഔട്ട് ഫോർ എൻ എസ്റ്റേറ്റ്. അപ്പോൾ അത്യാവശ്യം പൈസ ഒക്കെ കയ്യിലെത്തി, ഭാര്യയൊക്കെ മരിച്ചു അല്ലേ. അപ്പോൾ ചെറിയൊരു എന്താണ്, ഒരു സൈക്കോ ആണ് എന്നൊക്കെ പറയാം. കാരണം സ്വന്തം ഭാര്യനെ പട്ടിണി കിട്ടിയിട്ടാണ് തൻ്റെ ആഗ്രഹം അതായത് ഈ ഒരു എസ്റ്റേറ്റ് വാങ്ങിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അങ്ങനെ എസ്റ്റേറ്റിന് തരാൻ തുടങ്ങി. ത്രൂ എൻ ഏജൻറ്റ് മൈ ബ്രദർ നിക്കോളായി റേസ്ഡ് എ മോർട്ട്ഗേജ് ആൻഡ് ബോട്ട് 300 acres വിത്ത് എ ഫാം ഹൗസ്, എ കോട്ടേജ് ആൻഡ് എ പാർക്ക്. ബട്ട് ദർ വാസ് നോ ഓർച്ചർഡ്, നോ ഗൂസ്ബെറി ബുഷ്, നോ ഡക്ക് പോണ്ട്. ദർ വാസ് എ റിവർ, ബട്ട് ദ വാട്ടർ ഇൻ ഇറ്റ് വാസ് കോഫി കളേർഡ് ബിക്കോസ് ദ എസ്റ്റേറ്റ് ലേ ബിറ്റ്വീൻ എ ബ്രിക്ക് യാർഡ് ആൻഡ് എ ജെലാറ്റിൻ ഫാക്ടറി. നല്ല ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് അല്ലേ. അങ്ങനെ അവസാനം എൻ്റെ ബ്രദർ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു ഒരു ഏജൻറ്റ് മുഖേന. ഓക്കെ, ഒരു ഏജൻറ്റ് മുഖേന എന്താണ് ഒരു ഫാം ഹൗസ് വാങ്ങിച്ചു. പക്ഷേ അവിടെ പ്രശ്നം എന്താണ്, എല്ലാം ഉണ്ട്, ആഗ്രഹിച്ച എല്ലാം കിട്ടിയില്ല. 300 acre ലാൻഡ് ഉണ്ട്, ഫാം ഹൗസ്, കോട്ടേജും പാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ഓർച്ചഡ് തോട്ടം ഉണ്ടായിരുന്നില്ല. ഗൂസ്ബെറി ബുഷ്, ഇയാൾ എപ്പോഴും ആഗ്രഹിച്ച റൊമാൻറ്റിക് സ്പോട്ടിൽ എപ്പോഴും വേണമെന്ന് കരുതി ആ ഗൂസ്ബെറി ബുഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂപ്പർക്ക് അത് കുഴിച്ചിടാൻ പറ്റും. ഡക്ക് പോണ്ട് ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെയോ ദർ വാസ് എ റിവർ ബട്ട് ദ വാട്ടർ ഇൻ ഇറ്റ് വാസ് കോഫി കളേർഡ്. പുഴ ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ എസ്റ്റേറ്റിൽ പുഴ ഉണ്ടായിരുന്നു, പക്ഷെ അത് കോഫിയുടെ കളറാണ്, അത്ര മോശം വെള്ളമായിരുന്നു. എന്താ കാരണം? ബിക്കോസ് ദ എസ്റ്റേറ്റ് ലേ ബിറ്റ്വീൻ എ ബ്രിക്ക് യാർഡ്. ആ എസ്റ്റേറ്റ് നിലനിന്നിരുന്നത് ഒരു ബ്രിക്ക് യാർഡിനെ, ഇഷ്ടിക മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിനും അതുപോലെ ജെലാറ്റിൻ ഫാക്ടറിക്കും ഇടയിലാണ്. അതുകൊണ്ട് എന്താണ്, വെള്ളമൊക്കെ വളരെ മോശമായിരുന്നു. ബട്ട് മൈ ബ്രദർ നിക്കോളായി വാസ് നോട്ട് വറീഡ് അബൌട്ട് ദാറ്റ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നിക്കോളായി എൻ്റെ ബ്രദർ വറീഡ് ആയിരുന്നില്ല. ഹി ഓർഡർഡ് 20 ഗൂസ്ബെറി ബുഷസ് ആൻഡ് സെറ്റിൽ ഡൗൺ ടു എ കൺട്രി ലൈഫ്. അങ്ങനെ 20 ഗൂസ്ബെറി ബുഷ് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അദ്ദേഹം കൺട്രി ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഇയർ ഐ പെയ്ഡ് ഹിം എ വിസിറ്റ്. കഴിഞ്ഞ വർഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഐ തോട്ട് ഐഡ് ഗോ ആൻഡ് സീ ഹൗ തിങ്സ് വേ വിത്ത് ഹിം. ഇവാൻ പറയാണ്, ഞാൻ അവിടെ പോയിട്ട് എങ്ങനെ നിക്കോളായി ഇപ്പോൾ ജീവിക്കുന്നത് കാണാനാണ് പോയത്. ഇൻ ഹിസ് ലെറ്റേഴ്സ് മൈ ബ്രദർ കോൾഡ് ഹിസ് എസ്റ്റേറ്റ് ഷിംബറഷോവ് കോർണർ ഓർ ഹിമാലയോസ്കോ. അപ്പോൾ എനിക്ക് ലെറ്റർ അയച്ചു. അപ്പോൾ ലെറ്ററിൽ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിനെ വിളിച്ചത് ഞാൻ ഷിംബറഷോവ് എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ. അതൊക്കെ റഷ്യൻ പേരുകളാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉച്ചരിക്കാൻ. ഷിംബറഷോവ് കോർണർ അതല്ലെങ്കിൽ ഹിമാലയസ്കോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിന് പേരിട്ടത്. ഫാദറിൻ്റെ പേര് അങ്ങനെയായിരുന്നില്ല, ഹിമാലയസ്കോ. ഐ അറൈവ്ഡ് അറ്റ് ഹിമാലയസ്കോ ഇൻ ദ ആഫ്റ്റർനൂൺ. അങ്ങനെ ഉച്ച സമയത്ത് ഞാൻ അവിടെ എത്തി. ഇറ്റ് വാസ് ഹോട്ട്, നല്ല ചൂടായിരുന്നു. ദർ വർ ഡിച്ചസ്, ഫെൻസസ്, hedges, rows of young fig trees everywhere, and there was no telling how to cross the yard or where to put your horse. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ എത്തി. അവിടെ ഡിച്ചസ് ഉണ്ടായിരുന്നു, ചെറിയ തോടുകൾ അല്ലേ, തോടുകളാണ്
ഡിച്ചസ് അല്ലെങ്കിൽ ട്രെഞ്ച് എന്നും പറയാം. ഫെൻസസ്, ചെറിയ വേലികളുണ്ടായിരുന്നു. ഹെഡ്ജ് ഉണ്ടായിരുന്നു, ബുഷ് കൊണ്ട് ഇങ്ങനെ ചെടികൾ കൊണ്ട് വേലി തീർത്തിട്ടുണ്ടായിരുന്നു. റോസ് ഓഫ് യങ് ഫിർ ട്രീസ്, ദേവദാരു മരങ്ങളാണ് ഫിർ ട്രീസ്, അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റു മരങ്ങളുണ്ടായിരുന്നു, ട്രീസ് എവരിവേ. ആൻഡ് ദർ വാസ് നോ ടെല്ലിങ്, പറയാൻ പറ്റില്ല എവിടെയാണ് പിന്നെ ഇതിലൂടെ ക്രോസ് ചെയ്ത് എങ്ങോട്ട്, ആകെ മരങ്ങളായതുകൊണ്ട് ഇതിലൂടെ വഴി എങ്ങോട്ട് എത്തും, ഹോഴ്സിനെ എവിടെ നിർത്താം, ആ വക കാര്യങ്ങളൊന്നും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാവും. I went to the house and was met by a red-haired dog, as fat as a pig. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ചുവന്ന രോമങ്ങളുള്ള ഒരു ഡോഗിനെ കണ്ടു. പിഗ്, ഒരു പന്നിയെ പോലെ തടിച്ചിട്ടുണ്ടായിരുന്നു. വെറും ഒരു അലസതയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇതൊരു സിമ്പിളാണ്. ഈ ഡോഗ് സൂചിപ്പിക്കുന്നത് അലസത, ലേസിനെസ് ആണ്. ഹി ട്രൈഡ് ടു ബാർക്ക് ബട്ട് ഫെൽ ടു ലേസി. ആ നായക്ക് കുരക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുരച്ചില്ല. എന്താണ്, ഭയങ്കര മടിയനായിരുന്നു ആ നായ. ഔട്ട് ഓഫ് ദ കിച്ചൺ കെയിം ദ കുക്ക്. അപ്പോൾ കിച്ചണിൽ നിന്നും കുക്ക് പുറത്തേക്ക് വന്നു. ബെയർ ഫൂട്ടഡ്, കാലിൽ ചെരുപ്പുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ആസ് ഫാറ്റ് ആസ് എ പിഗ്. ആ കുക്കും എന്താണ്, ഒരു പിഗ് പോലെ വളരെയധികം ഫാറ്റ് ആയിരുന്നു. വീണ്ടും ലേസിനെസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആൻഡ് സെഡ് ദാറ്റ് ദ മാസ്റ്റർ വാസ് ഹാവിങ് ഹിസ് ആഫ്റ്റർനൂൺ റെസ്റ്റ്. അപ്പോൾ കുക്ക് വന്ന് പറഞ്ഞു, മാസ്റ്റർ നിക്കോളായി എന്താണ് ആഫ്റ്റർനൂൺ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, മൊത്തത്തിലൊരു അലസതയാണ് അവിടെ തളം കെട്ടി നിൽക്കുന്നത്. ഐ വെൻറ്റ് ഇൻ ടു my brother and found him sitting on his bed with his knees covered with a blanket. അപ്പോൾ എന്താണ്, ഞാൻ പോയി എൻ്റെ ബ്രദറിനെ കാണാൻ പോയി, നിക്കോളായിനെ കാണാൻ പോയി. നിക്കോളായി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ബെഡിൽ. അപ്പോൾ മുട്ട് വരെ, നീസ് വരെ എന്താണ്, ബ്ലാങ്കറ്റ് പുതപ്പിച്ചിട്ടുണ്ട്. ഹി ലുക്ഡ് ഓൾഡ്, വൃദ്ധനായി കാണപ്പെട്ടു. സ്റ്റൗട്ട്, പക്ഷേ ആരോഗ്യവാനായിരുന്നു. ഫ്ലാബി ആയിരുന്നു. ഹിസ് ചീക്സ്, കുറച്ചൊരു തുടിപ്പൊക്കെ ഉണ്ടായിരുന്നു ചീക്സൊക്കെ. നോസ് ആൻഡ് ലിപ്സ് വേർ പെൻഡുലസ് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക, ലൂസായിട്ട് തൂങ്ങിക്കിടക്കുക. അപ്പോൾ മൊത്തത്തിലൊരു അവശത എന്നതിനേക്കാൾ ഉപരി എന്താണ്, ഒരു ഫ്രീ ആയിട്ട് നിന്നത് കൊണ്ടുള്ള ആ ഒരു മാറ്റം ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കണ്ട ഡോഗ് തടിച്ചിട്ടായിരുന്നു, പിന്നെ കുക്ക് വന്നു, ഒക്കെ പിഗ് പോലെ തടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്ററും ഇപ്പോൾ നിക്കോളായി എന്താണ്, വളരെ കൂളായിട്ടുള്ള ലൈഫ് ആണ് നയിക്കുന്നത്. അതാണ് ചീക്കും കവിളും നോസും ലിപ്സും ഒക്കെ എന്താണ്, ഇങ്ങനെ പെൻഡുലസ് ആണെന്നാണ് പറഞ്ഞത്. ഡ്രൂപ്പിംഗ്, ഹാങ്ങിങ് ഡൗൺ എന്നർത്ഥം, ലൂസായി ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. ഐ ഹാഫ് എക്സ്പെക്റ്റഡ് ഹിം ടു ഗ്രണ്ട് ലൈക്ക് എ പിഗ്. അപ്പോൾ നിക്കോളയോട് സംസാരിച്ചപ്പോൾ ഒരു പിഗ് ഗ്രണ്ട് ചെയ്യുക, മുരളുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മൊത്തത്തിലൊരു പിഗിനെ പോലെ ഒരുപാട് റെഫറൻസ് ഉണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. പിഗുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ. അതായത് മൊത്തത്തിൽ തടിച്ചിട്ട് പോയിട്ടുണ്ട്, മടിയന്മാരായിട്ടുണ്ട് എന്നാണ് അവിടെ താമസത്തിന് ശേഷം. അതായത് അങ്ങനത്തെ ഒരു അലസതയാർന്ന ജീവിതമാണ് അവരൊക്കെ നയിക്കുന്നത്. We embraced and shed a tear of joy and also of sadness to think that we had once been young, but we are now both going grey and nearing death. എന്താണ്, ഞങ്ങൾ കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു. അപ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണുനീര് വന്നു, അതോടൊപ്പം തന്നെ ദുഃഖവും ഞങ്ങൾക്കുണ്ടായി. കാരണം എന്താണ്, ഒരിക്കൽ ഞങ്ങൾ ചെറുപ്പമായിരുന്നു, പക്ഷേ വേർ നൗ ബോത്ത് ഗോയിങ് ഗ്രേ, ഇപ്പം നരച്ചു പോയിട്ടുണ്ട്. ആൻഡ് നിയറിങ് ഡെത്ത്, മരണത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഹി ഡ്രസ്ഡ് ആൻഡ് ടുക്ക് മീ ടു സീ ഹിസ് എസ്റ്റേറ്റ്. അങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് ധരിച്ചു, എന്നിട്ട് എന്നെ എസ്റ്റേറ്റ് കാണിക്കാൻ അദ്ദേഹം കൊണ്ടുപോയി. ഇത്രയാണ് പാർട്ട് 2 വീഡിയോ. പാർട്ട് 3 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.